ഷാനവാസിനും അനീഷിനും ഓൾറെഡി അവിടെ പട്ടിപ്പണിയാണ്. നല്ല പണിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് മറ്റേ റൂം സർവീസ്, അവിടെ മൊത്തം ക്ലീനിങ്, അതായത് ഗസ്റ്റ് വരുമ്പോൾ അവർ എടുത്തെറിയുന്ന പൂവടക്കം സകലതും ക്ലീൻ ചെയ്യുന്നത്, ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഏറ്റവും നല്ല പണിയെടുക്കുന്ന രണ്ടുപേരാണ് അവിടെ ഇവർ. പിന്നെ ഉള്ളത് വാഷ്റൂം ഏരിയ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ എനിക്ക് തോന്നുന്നു നൂറയും അഭിലാഷും, അവരും അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട്. ഇവർ ഈ ഷാനവാസും അനീഷും നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ലൈവ് കാണുന്നവർക്കറിയാം. ആ രണ്ടുപേര് ഇവരുടെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ളവർ പറയാണ്, ഷാനവാസിന്റെ അടുത്ത് പറയാണ് വെസല് കൂടി കഴുകണമെന്ന്. ഷാനവാസ് പറഞ്ഞ് എനിക്ക് പറ്റൂല. ഷാനവാസ് വെസല് കഴുകണമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രസക്തമായ ചോദ്യമാണ്. കഴുകണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് അവിടെ. ഇപ്പൊ ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ടാസ്ക് നടക്കുന്ന സമയത്ത് കിച്ചൺ ടീം നേരത്തെ തീരുമാനിച്ച കിച്ചൺ ടീം അല്ലല്ലോ. ടാസ്കിന്റെ ഭാഗമായിട്ട് കിച്ചണിലെ ഷെഫും അസിസ്റ്റന്റ് ഷെഫും ഒക്കെയാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ആ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. കിച്ചൺ ടീമിന് അവിടെ വലിയ റോൾ അവിടെ വരുന്നില്ല. അപ്പൊ അതുപോലെ വെസല് അവിടെ എല്ലാവരും കൂടെ ചേർന്നങ്ങോട്ട് കഴുകുക. ഓൾറെഡി നല്ല പണിയെടുക്കുന്ന ഷാനവാസും അനീഷും ഒക്കെ തന്നെ പോയിട്ട് കഴുകണം, അല്ലെങ്കിൽ ഷാനവാസ് കഴുകിയേ പറ്റൂ എന്ന് വാശി പിടിക്കേണ്ടെന്നും കാര്യമില്ല. പിന്നെ വേണമെങ്കിൽ പറയാം ഞങ്ങളൊക്കെ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ റെന പറയാണ് ഷാനവാസ് കഴുകിയാലേ ഞാൻ കഴുകൂ. കാരണം റെനയ്ക്ക് അവിടെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. പ്രത്യേകിച്ച് വലിയ മലമറിക്കാനുള്ള പണിയൊന്നുമില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടില്ല. അക്ബർ, റെന, അല്ലെങ്കിൽ ആര്യൻ, ചുമ്മാ പ്രേമിച്ച് കിടക്കുന്ന ആര്യൻ, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു പണിയില്ല. ആദില, അവർക്കൊന്നും മേനി അനങ്ങുന്ന പണിയൊന്നുമില്ല. അതുപോലെ തന്നെ അനുമോള്. എന്നാൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആരാണെന്ന് നോക്ക്, ഷാനവാസ്, അനീഷ്. അവർ ഫുള്ള് ക്ലീനിങ് വർക്കുകളാണ് ചെയ്യുന്നത്. അവർക്ക് പണിയെടുത്തേ പറ്റൂ. കിച്ചണിൽ ജോലി ചെയ്യുന്നവർ, അവർ പണിയെടുത്തേ പറ്റുള്ളൂ. അതുപോലെ ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂം ഏരിയ ക്ലീൻ ചെയ്യുന്നവർ പണിയെടുത്തേ പറ്റുള്ളൂ. അവർക്ക് ഇങ്ങനെ ചുമ്മാ നടക്കാൻ പറ്റില്ല. അപ്പൊ ചുമ്മാ തേരാപ്പാര നടക്കുന്നവർ വേണമെങ്കിൽ പോയി വെസൽ കഴുകണം. അത് ക്യാപ്റ്റനാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഓൾറെഡി പണിയെടുത്ത് ഊപ്പാട് വന്നിരിക്കുന്ന ആൾക്കാർ പോയിട്ട് വെസലും കൂടെ കഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് കോട്ടയ്ക്ക് ടേബിളിൽ 5-6 അടിയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഷാനവാസും ആര്യനും തമ്മിൽ ഒരു വഴക്കവിടെ നടന്നു. റെനയുമായിട്ട് വഴക്ക് നടന്നു. അതുപോലെ ജിഷിനുമായിട്ട് നടന്നു. ഷാനവാസ് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിലാണ് പുള്ളി നിന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.